എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ കിബയെ കാണിക്കുന്നു. അവനും പട്ടിക്കുട്ടിയും സ്പൈഡർ തലേനെ അടിച്ച് തോൽപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വില്ലൻ ആവട്ടെ നമ്മുടെ രണ്ടാൾക്കാരെയും അടിച്ചോടിക്കാൻ നോക്കും. അപ്പൊ വില്ലൻ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അടിച്ചു തോൽപ്പിക്കാൻ ആവില്ല എന്ന്. ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ ഒന്നിനെ പോലും ഞാൻ ബാക്കി വെക്കില്ല എന്ന് പറയും. അപ്പൊ കിബയാവട്ടെ അവന് കലി കയറി അവന്റെ പട്ടിക്കുട്ടിയെ അവനെ പോലെ ആക്കി തീർക്കും. എന്നിട്ട് കറങ്ങി കറങ്ങി നിൽക്കുമ്പോ ഇവിടെ സയൂയ ആവട്ടെ അവള് 3 കില്ലാടികളെ ഇപ്പൊ കളത്തിലിറക്കി. പക്ഷെ നാറ അവരെ എല്ലാവരെയും വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ഇറങ്ങി ഓടാനായിട്ട് ആരംഭിക്കും. ഇവിടെ കിബയും പട്ടിക്കുട്ടിയും അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോ വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് കറങ്ങി തിരിഞ്ഞ് അവരെ രണ്ടുപേരെയും അടിച്ച് താഴെയിടും. ഇവിടെ കബൂട്ടോയ്ക്ക് ഇതുവരെ സാസുക എത്താത്തതില് ഒരുപാട് ദേഷ്യമാണ്. അപ്പൊ ഒറോച്ചിമാറു തീർച്ചയായിട്ടും ലീഫ് വില്ലേജിലെ ഒരുപാട് പേര് ഇപ്പൊ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെയാണ് അവര് വരാനായിട്ട് ഇത്രയും ലേറ്റ് ആവുന്നതെന്ന് ഒറോച്ചിമാറു പറയും. മാത്രമല്ല ആ ഉണ്ടപ്പന് അവന് തിന്നാൻ ഒരുപാട് ഇഷ്ടമാണ്. ആ സ്പൈഡർ തലേന് കളിച്ചോണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സാക്കൂണിന് അവക്ക് കലി കേറിയാൽ അവൾ എല്ലാവരെയും കൊന്നുകളയും. തയുയയും ഏകദേശം സാക്കൂണിനെ പോലെ തന്നെയാണ്. അവൾക്കും മറ്റുള്ളവരെ കൊല്ലാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവരിത്രയും ധീരന്മാരായിട്ടും പിന്നെ എന്തുകൊണ്ട് ഇതുവരെ എത്തിയില്ല? പക്ഷെ കിമിമാരു, എനിക്കവനില് ഒരുപാട് വിശ്വാസമുണ്ട്. അവൻ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും തീർച്ചയായിട്ടും സാസുകയായിട്ട് ഇവിടെ എത്തും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ ഒരുപാട് ക്ലൗൺസുമായിട്ട് ഇപ്പൊ കിമിമാരുവിനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ കിമിമാരു അതൊന്നും കണ്ട് ലേശം പോലും ടെൻസ്ഡ് ആവില്ല. നീ ഇപ്പൊ തന്നെ ഇവരെല്ലാവരെയും ഇവിടുന്ന് ഓടിച്ചോ, അല്ലെങ്കിൽ കൂടുതൽ വിഷമിക്കേണ്ടി വരും. അവന്റെ കയ്യില് 2 ഷാർപ്പായിട്ടുള്ള മെറ്റൽസ് നീട്ടി ഇപ്പൊ കുട്ടപ്പനെ നേരിടാനായിട്ട് അവൻ അങ്ങനെ നിൽക്കും. കുട്ടപ്പന് ഇതെല്ലാം കേട്ട് ഒരുപാട് ദേഷ്യം വന്ന് ഇപ്പൊ അവനെ കാണാൻ തനിയൊരു മോൺസ്റ്ററായി മാറും. മാത്രമല്ല അവന്റെ കൈനകമൊക്കെ നീണ്ടുവന്ന് കുട്ടപ്പനും ക്ലൗൺസും ഓടി വില്ലന്റെ അടുത്തേക്ക് അടുക്കുമ്പോ ഇതാ ടയുയ അവളുടെ 3 മോൺസ്റ്ററേയും വെച്ച് ഇപ്പൊ നാറയ്ക്ക് നേർക്ക് നിൽക്കുമ്പോ ടയുയ ആവട്ടെ അവളുടെ കയ്യിലുള്ള ആ ഒരു ഫ്ലൂട്ട് എടുത്ത് ഊതാനായിട്ട് ആരംഭിക്കും. അവള് വായിക്കുന്നത് മറ്റൊന്നുമല്ല മെലഡി ഓഫ് ഡെത്ത്. ആ ട്യൂണില് മോൺസ്റ്റേഴ്സ് 3 പേരും ആടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നാരയുടെ പേടി അത് ഇരട്ടിക്കും. മോൺസ്റ്റേഴ്സ് നാരയെ പിടിച്ചു വലിച്ച് അവനെ ഇടിക്കാൻ നോക്കുമ്പോ അവൻ കഷ്ടപ്പെട്ട് അവിടുന്ന് സ്കൂട്ടാവും. പക്ഷെ ടയുയ അവൾ വീണ്ടും വീണ്ടും ആ മ്യൂസിക് അത് വായിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഇപ്പൊ അവളുടെ ബോഡിയിലെ ആ ഒരു ശാപക്കുറി ഇപ്പൊ തീ പോലെ കത്താനായിട്ട് ആരംഭിക്കും. നാറ ആവട്ടെ എല്ലാം തട്ടിത്തടഞ്ഞ് അവിടുന്ന് ജീവനും കൊണ്ട് ഓട്ടും. നാറയ്ക്ക് അവൻ അടുത്ത് നിന്നാ മാത്രമേ ജിപ്സ് ഉപയോഗിച്ച് അവരെന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. നാറ കഷ്ടപ്പെട്ട് ഓടി ഒരു സൈഡിൽ നിൽക്കുമ്പോ വില്ലന്മാര് ചാട്ടി വീണ് അവൻ അടിക്കാനായിട്ട് ആരംഭിക്കും. ഇവിടെ സാക്കൂൺ വില്ലനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് കിബയുടെ പട്ടിക്കുട്ടിയെ പിടിച്ചു വലിച്ച് അതിനെ ഇടിച്ച് താഴെയിടും. പട്ടിക്കുട്ടിക്ക് കുത്തുകൊണ്ട് അതതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വന്ന് ഇപ്പൊ ബോധമറ്റ് താഴെ കിടക്കും. അപ്പൊ സാക്കൂന്റെ തലയുടെ ഇടയിൽ കൂടെ വേറൊരു തല വരും. ആക്ച്വലി ഇതവന്റെ ബ്രദറാണ്. അവൻ എന്തെങ്കിലും പ്രശ്നം വന്നാ ഈ ഒരു തലയും ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. കിബയെ പിടിച്ചു നിർത്തി ഈ കഥകൾ പറഞ്ഞ് അവളെ അടിച്ചു കൊണ്ടേയിരിക്കും. 2 പേരും ചേർന്ന് 2 തലയും ചേർന്ന് കറങ്ങിത്തിരിഞ്ഞ് കിബയെ നിലത്തടിക്കും. ഇത് കണ്ട് പട്ടിക്കുട്ടി ഓടി വരുമ്പോഴേക്കും കിബയുടെ കാര്യത്തില് ഇപ്പൊ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഇനിയും ടൈം അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വില്ലന്റെ ചേട്ടനാവട്ടെ അവൻ ആദ്യമായിട്ട് മോൺസ്റ്ററായി തീരും. തൊട്ടുപുറകെ തന്നെ അനിയനും. 2 മോൺസ്റ്റേഴ്സിന്റെയും പല്ല് കണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ പേടിച്ച് ചുരുളാൻ ആരംഭിക്കും. ശ്വാസം വിടാതെ കിബയും പട്ടിക്കുട്ടിയും ഇപ്പൊ ഒളിച്ചിരിക്കും. ഇപ്പൊ 2 മോൺസ്റ്റേഴ്സും അവര് 4 കാലില് കിബയുടെയും പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഇപ്പൊ അവന്റെ ഒരുപാട് ക്ലൗൺസിനെ വില്ലന്റെ അടുത്തേക്ക് വിടുമ്പോ അവനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് എണ്ണത്തിനെ കൊന്നു തള്ളും. അടുത്തതായിട്ട് എല്ലാവരെയും ഞാൻ ഒറ്റയടിക്ക് കൊല്ലാൻ പോവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്തെത്തണമെന്ന് പറഞ്ഞ് അവൻ കുട്ടപ്പനെയും സംഘത്തിനെയും ഒറ്റ ആക്ഷനില് അവരെ എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ചാടി വീഴും. കട്ട് ചെയ്ത ഇവിടെ നാറയാവട്ടെ അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കിബയുടെ പട്ടിക്കുട്ടി ഇപ്പൊ ആ വില്ലന്മാരെ നോക്കി കുരയ്ക്കാനായിട്ട് ആരംഭിക്കും. കിബ പെട്ടെന്ന് വേണ്ട വേണ്ട, ഇപ്പൊ ആ ജിപ്സ് യൂസ് ചെയ്താല് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ ഒരു പവർ എത്രയും പെട്ടെന്ന് തീർന്നു പോകും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് പോലും ഇല്ല. കിബ പട്ടിക്കുട്ടിയെ തടയാൻ ശ്രമിക്കുമ്പോ പട്ടിക്കുട്ടി കറങ്ങി വന്ന് അവന്റെ കൈ കടിച്ചു പറിക്കും. അപ്പൊ ലോങ് ഷോട്ട് നിന്ന് മോൺസ്റ്റേഴ്സ് ഇപ്പൊ കിബയെ നോക്കി ചാടി വരുമ്പോ
പട്ടിക്കുട്ടി എടെ ചാടുമെങ്കിലും അതിനെ തട്ടിത്തെറിപ്പിച്ച് കിബയെ എടുത്ത് ടിണ്ടനടിക്കാൻ തുടങ്ങും. ചോര തുളുമ്പി കിബ താഴെ വീഴുമ്പോ വില്ലന്മാര് കരുതും അവന്റെ കാര്യത്തില് തീരുമാനമായെന്ന്. അപ്പൊ കിബ വിളിച്ചു കോവുമ്പോ നമ്മുടെ പട്ടിക്കുട്ടി ആവട്ടെ അവൻ ചാടി വീണ് അവരെ കറങ്ങി കറങ്ങി പട്ടിക്കുട്ടി അടിച്ചു കൊണ്ടേയിരിക്കും. വില്ലന് പ്രാന്തായി പട്ടിക്കുട്ടിയെ തൊഴിച്ചെറിയുമ്പോ അവൻ കറങ്ങി വന്ന് കിബയുടെ തലയിൽ കയറിയിരിക്കും. കറക്റ്റ് ടൈമിൽ കിബയാവട്ടെ മാൻ ബീസ്റ്റ് ജിപ്സു എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ജിപ്സു ചെയ്യാനായിട്ട് ആരംഭിക്കും. ഞൊടിയിടയില് അവര് രണ്ടുപേരും വലിയൊരു മോൺസ്റ്റർ നായയായിട്ട് മാറും. കിബയും പട്ടിക്കുട്ടിയും കറങ്ങി അടിച്ച് അവരെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുമ്പോ മോൺസ്റ്റേഴ്സ് ആവട്ടെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി നൈസായിട്ട് എസ്കേപ്പ് ആവും. പക്ഷെ എങ്കിലും അവരുടെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ചെറിയ ചെറിയ അപകടങ്ങൾ അവർക്ക് സംഭവിക്കും. അപ്പത്തേക്കും വീണ്ടും കിബയും പട്ടിക്കുട്ടിയും കറങ്ങി കറങ്ങി ഓടി അവരുടെ അടുത്തേക്ക് വരും. മോൺസ്റ്റേഴ്സ് രണ്ടുപേരും ഇളിച്ചോണ്ട് നിൽക്കുമ്പോ കിബയാവട്ടെ അവരെ രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിക്കും. ആ ഇടിയില് ഒന്നായിട്ടിരുന്ന രണ്ട് മോൺസ്റ്റേഴ്സും ഇപ്പൊ രണ്ടായിട്ട് മാറും. രണ്ട് മോൺസ്റ്റേഴ്സും പിന്നെ അനങ്ങില്ല. കിബയാവട്ടെ അവരുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഹായായിട്ട് നിൽക്കുമ്പോ തെറിച്ചു വീണ രണ്ട് മോൺസ്റ്റേഴ്സിനും പതിയെ കയ്യും കാലും ഇപ്പൊ മുളച്ചു വരാൻ ആരംഭിക്കും. ശരിക്കും പറഞ്ഞ കിബയിടിച്ച ഇടിയില് ഒരു മല തന്നെ തെറിച്ചു പോവേണ്ടതാണ്. അവന്മാര് രണ്ടുപേരും ഒരുപാട് നാളായിട്ട് പിരിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് അത് സാധിച്ചിരുന്നില്ല. ഇപ്പൊ കിബയിലൂടെ അതവർക്ക് സാധ്യമായി. രണ്ട് വില്ലന്മാരും ഫുൾ പവറിൽ ഫൈറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ കിബയാവട്ടെ അവന്റെയും പട്ടിക്കുട്ടിയുടെയും ഫ്യൂസ് പോയി അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കും. ഇനിയാണ് ദ റിയൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ കിബയ്ക്ക് മനസ്സിലാവും ഇനി വെറും 1 മണിക്കൂർ കൂടി മാത്രമേ ഈ ഒരു ജിപ്സു അത് വർക്ക് ചെയ്യൂ. അതിനുള്ളില് ഇവരെങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവനാവട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. നമ്മുടെ ആൾക്കാര് വീണ്ടും കറങ്ങി കറങ്ങി അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോ വില്ലന്മാര് രണ്ടുപേരും ഒരു മരത്തിന്റെ പുറകെ പോയിട്ട് നൈസായിട്ട് ഒളിച്ചിരിക്കും. കിബ ചിരിക്കും. കാരണം ഒളിച്ചിരുന്നാൽ മാത്രം അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? കാരണം നമ്മുടെ ആൾക്കാര് അവര് സ്മെല്ല് വെച്ചാണ് അറ്റാക്ക് ചെയ്യുക. നിങ്ങൾ ഒളിച്ചിരുന്ന് ഞങ്ങളെ കണ്ടുപിടിക്കും അല്ലേടാ എന്നും പറഞ്ഞ് നമ്മുടെ ആൾക്കാര് ചാടി വീഴുമ്പോ വില്ലന്മാരാവട്ടെ അവിടെ വലിയൊരു ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഒറോച്ചിമാറുവിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അതേ ഷീൽഡാണ്. അതിൽ തലയിടിച്ച് ഇപ്പൊ കിബയാവട്ടെ കെറിങ്ങി താഴെ വീഴും. കിബയും പട്ടിക്കുട്ടിയും താഴേക്ക് വീഴുമ്പോ മോൺസ്റ്റേഴ്സ് ആവട്ടെ അവര് രണ്ട് സൈഡിൽ നിന്ന് ഓടി അവരുടെ അടുത്ത് എത്താൻ നേരം അവര് ഭാഗ്യത്തിന് ഒരുത്തന്റെ കണ്ണിലേക്ക് ആസിഡ് വലിച്ചെറിയും. പക്ഷെ മറ്റൊരുത്തൻ അവൻ ഇപ്പോഴും കിബയുടെയും പട്ടിക്കുട്ടിയുടെയും പുറകെയാണ്. ആസിഡ് വീണവൻ അവന്റെ കണ്ണ് തിരുമ്മി കരയുമ്പോ ഇവിടെ കിബ രണ്ടാമത്തെ മോൺസ്റ്ററിനെ എങ്ങനെ നേരിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് അവനെ കാണാതാവുമ്പോ കിബയാവട്ടെ ചുറ്റും പുറവും എല്ലായിടത്തും അവനെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഒരു വില്ലൻ ഇപ്പൊ കിബയുടെ ബോഡിയിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഹായ് ആയിട്ട് അവനെ നോക്കിയിരിക്കുന്ന കാണുക. കണ്ണിൽ ആസിഡ് വീണവൻ അവന്റെ ട്രൗസറും പൊക്കി കണ്ണ് കഴുകാനായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഈ മോൺസ്റ്ററിന്റെ ഒരു പ്രധാന അഭ്യാസമുറയാണ് ഓപ്പണൻസിന്റെ ബോഡിയിൽ ഒട്ടിപ്പിടിച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നത്. അവൻ കിബയുടെ ചക്ര പോയിന്റ്സ് തന്നെ ഇപ്പൊ ലോക്ക് ചെയ്ത് വെക്കും. കിബയുടെ ഇന്റേണൽ ഓർഗൻസ് സെൽസ് എല്ലാം തന്നെ അവനിപ്പോ ലോക്ക് ചെയ്യും. അതും പോരാഞ്ഞ് ഇപ്പൊ ആ മോൺസ്റ്റർ അവന്റെ സെക്കൻഡ് സ്റ്റേജിലാണുള്ളത്. ആ പവർ ഉപയോഗിച്ച് അവൻ ഈസി ആയിട്ട് ഓപ്പണന്റിന്റെ ഉള്ളിലേക്ക് പോലും വളരെ ഈസി ആയിട്ട് കയറി പറ്റാൻ കഴിയും. അപ്പൊ കിബ അവന്റെ പട്ടിക്കുട്ടിയെ കണ്ട് പഴയ ഇമാജിനേഷനിലേക്ക് പോവും. തനിക്ക് ഓർമ്മയുള്ളപ്പോ മുതല് ആ പട്ടിക്കുട്ടി തന്റെ കൂടെ തന്നെ ഉണ്ട്. പട്ടിക്കുട്ടിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്തത്, അതിനെ സ്നേഹിച്ചത്, എല്ലാ മിഷൻസിലും ഒരുമിച്ച് നിന്നത്, അങ്ങനെ എല്ലാ കാര്യവും ആലോചിച്ച് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ കിബയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. ഇത്തവണ ഈ ഒരേ ഒരു തവണ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പോവുകയാണെന്ന് കിബ പറയുമ്പോ വില്ലൻ പറയും, എന്റെ പവർ കൊണ്ട് ഞാൻ നിന്റെ ബോഡി മുഴുവനായിട്ടും അത് കൺട്രോൾ ചെയ്യും. വലിയ വേദന തന്ന് നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊന്നു തള്ളും. കിബ ഒരിക്കൽ കൂടെ പട്ടിക്കുട്ടിയെ നോക്കി സോറി പറയും. കിബ ഉടൻ തന്നെ അവന്റെ പോക്കറ്റിലിരുന്ന കത്തിയെടുത്ത് അത് സ്വന്തം ബോഡിയിൽ തന്നെ കുത്തി അങ്ങോട്ട് കയറ്റും. കാരണം ആ വില്ലൻ ഇപ്പൊ കിബയുടെ ബോഡിയിലാണ്. കിബ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ചത്തുപോകും. അങ്ങനെ പവറായിട്ട് വില്ലനെ നോക്കി നിൽക്കുന്ന കിബയോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.